കൂടാതെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൽ കേരള പോലീസ് അക്കാദമിയിലാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ SI വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡാണ്. സോ അപ്പോൾ നമ്മൾ ആ പരേഡും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്, അവരാരെ കണ്ടുകിട്ടുന്നുണ്ടോ നമുക്ക് അവരുടെ വിശേഷങ്ങളോടൊന്ന് അന്വേഷിച്ചറിയാം. അപ്പോൾ നമുക്ക് നേരെ അവരുടെ പരേഡിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ തന്നെയുണ്ട്. നമ്മുടെ എൻട്രിയുടെ അധ്യാപകനും അതുപോലെ തന്നെ എൻട്രിയുടെ സ്റ്റുഡൻറ്റും ഒക്കെ ആയിരുന്നു നമ്മുടെ അശ്വിനാണ് കൂടെ ഉള്ളത്. അപ്പോൾ അശ്വിൻ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ? ട്രെയിനിങ് നല്ല ടഫായിരുന്നു, പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഒരു വർഷം ഇത്രയും കാര്യങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളിപ്പോൾ അതിന് ഭാവി അടുത്തൊരു SI ആയിട്ട് പോവുകയാണ്, സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പുതിയ സമൂഹത്തിന് ഉപകരിക്കുന്ന പുതിയൊരു നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ അങ്ങനെ പ്രതീക്ഷകൾ എന്തെങ്കിലും ഉണ്ടോ? പ്രതീക്ഷകളൊന്നുമില്ല, എല്ലാവർക്കും നല്ലത് ചെയ്യാൻ പറ്റണം, കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം ലൈഫിൽ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ലൈഫിൽ ഇടണമെന്ന് ആഗ്രഹിച്ചാണ് എല്ലാവരും ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. നമുക്ക് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ പറ്റണം, അത്തരത്തിലുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ. അശ്വിൻ പഠിക്കുന്ന സമയത്ത് അശ്വിൻ പറഞ്ഞു ഇത് വലിയൊരു ഡ്രീമായിരുന്നു. അശ്വിൻ മുമ്പ് ഫോഴ്സിൽ കയറണമെന്ന് ആഗ്രഹിച്ചു, എനിക്ക് തോന്നുന്നു സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ആദ്യം ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതിലൊക്കെ തട്ടി താഴെ വീണു, ഒരു ജസ്റ്റ് മിസ്സായി പോയതാണ്. അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെടുന്ന ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? എനിക്ക് കൊച്ചിലോട്ട് ഫോഴ്സിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ആർമി ഓഫീസറൊക്കെ ആകാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം ഇന്ന് വന്നെത്തി നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് തോൽവികൾ നേരിട്ടു, പിന്നെയും നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ എത്തിയത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ തോറ്റുന്ന എല്ലാവരോടും പറയുന്നൊരു കാര്യമുള്ളൂ, നമ്മൾ ഒരു വട്ടം തോക്കും, 2 വട്ടം തോക്കും, 3 വട്ടം തോക്കും, ചിലപ്പം 40ാമത്തെ വട്ടമായിരിക്കും നമ്മൾ വിജയിക്കുന്നത്. അപ്പോൾ അത്രയും വട്ടം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, കീപ് ട്രൈയിങ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ ലൈഫിലും ഒരുപാട് തോൽവികൾ ഉണ്ടായേക്കാം, അപ്പോൾ വിജയത്തിന് വേണ്ടി പിന്നെയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരും മറ്റുള്ളവരും ഒക്കെ നിൽക്കുന്ന നമുക്ക് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. ആ ഒരു ഫീലിന് വേണ്ടിയെങ്കിലും ജീവിതത്തിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിന് അശ്വിൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു മികച്ചൊരു ഉദ്യോഗസ്ഥനായിട്ട് മാറാൻ അശ്വിന് കഴിയട്ടെ. സൊസൈറ്റിക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നൊരു നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ട് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാത്രമല്ല എനിക്കൊന്ന് ഇപ്പോൾ അശ്വിൻ പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും ഒരു അടുത്ത ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാജുലേഷൻ. ഓക്കെ, ഫാമിലി എല്ലാവരും പാപ്പയും ഉമ്മയൊക്കെ വന്നിട്ടുണ്ട്? എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു നിമിഷം എന്താ തോന്നുന്നത്? നല്ല അഭിമാനമുണ്ട്. നമ്മൾ ഹാർഡ് ട്രെയിനിങ് ആയിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാസിംഗ് ഔട്ട് കഴിയുന്നതെന്ന് പറഞ്ഞൊരു വികാരം തന്നെയാണ്, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ നേരിട്ട് കണ്ടപ്പോഴും നമുക്ക് ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലേക്ക് വരുമ്പോൾ എന്താണ് ഉള്ളിലുള്ളൊരു സ്വപ്നം അല്ലെങ്കിൽ പ്രതീക്ഷ എന്താണ്? എനിക്ക് മുന്നേ എൻ്റെ ഫാദർ പോലീസായിരുന്നു, അപ്പം ലോ ആൻഡ് ഓർഡർ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. SI ആയിരുന്നു ഫാദർ? SI ആയിരുന്നു. പപ്പ SI ആയിരുന്നു, SI ആയിട്ട് റിട്ടയർ ആയതാണ്. അപ്പോൾ നല്ല ഇപ്പം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും സന്തോഷമുണ്ട്. മുഖത്ത് നിങ്ങളുടെ ആ ഒരു സന്തോഷവും വിഷമവും എല്ലാം മുഖത്തുണ്ട്. ഫാമിലിയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ട്. ഓക്കെ, എന്തായാലും പിന്നെ അവരുടെ ആഘോഷത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷങ്ങളാണല്ലോ, അതിന് കൂടുതൽ സമയം ഞങ്ങൾ കളയുന്നില്ല. എന്തിനാ തന്നെ ഇനിയുള്ള ഭാവി ഇനി ആഗ്രഹിക്കുന്ന ഉദ്യോഗത്തോട് പറയാനുള്ളത് എന്താ? എനിക്ക് പറയാനുള്ളത്, ഞാൻ 2019 മുതൽ എൻട്രി യൂസറാണ്. അതായത് ഞാൻ എൻട്രിയുടെ മോക്ക് ടെസ്റ്റ് എടുത്തുകൊണ്ടാണ് ഇതുവരെയുള്ള എല്ലാ പരീക്ഷകളും എഴുതിയതും. ഇൻ്റർവ്യൂവും മോക്ക് ഇൻ്റർവ്യൂ എല്ലാം എഴുതി ആണ് ഞാൻ. എൻട്രിയുടെ മോക്ക് ടെസ്റ്റ് എപ്പോഴും യൂസ്ഫുള്ളാണ്. അപ്പോൾ എൻട്രിയുടെ മോക്ക് ടെസ്റ്റുകൾ എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എൻട്രി യൂസേഴ്സ് ഒത്തിരി യൂസേഴ്സ് ഉണ്ട്, പക്ഷേ ഒരുപാട് പേര് അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡെയിലി ടെസ്റ്റും അതൊന്നും ആരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഡെയിലി ടെസ്റ്റൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പുഷ്പം പോലെ 60 മാർക്ക് അടിച്ചെടുക്കാം. മോക്ക് ടെസ്റ്റ് ഏറ്റവും യൂസ്ഫുൾ എൻട്രിയുടെ മോക്ക് ടെസ്റ്റുകളാണ്. അത് ഈ ഒരു ജോലി സംബന്ധിച്ച് കുറേ കുട്ടികൾ വരുന്ന സമയത്ത് പറയും ഫോഴ്സാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജോലി വേണമെന്നൊക്കെ ഉള്ള ചില കുട്ടികൾക്ക് വരാറുണ്ട്, മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും. അപ്പോൾ അവർക്ക് നിങ്ങൾക്കൊരു ഉണ്ടായൊരു മോട്ടിവേഷൻ എന്താണ് ഈ ഒരു ജോലി വേണമെന്നുള്ള തരത്തിൽ? അത് ബേസിക്കലി പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറിട്ടിരിക്കുന്ന ഒരു ജോലി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും പോലീസാവാൻ പറ്റത്തില്ല. ഒരു LD ക്ലർക്കോ അല്ലെങ്കിൽ വേറൊരു സെക്രട്ടറി അസിസ്റ്റൻറ്റോ എല്ലാവർക്കും എഴുതിയെടുക്കാം. പക്ഷേ ഒരു പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം മാത്രമല്ല, ട്രെയിനിങ്ങും അതിൻ്റെ ഒരു കഠിനമായൊരു ഭാഗം തന്നെയാണ്. അപ്പോൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കിനിയും 10 മാസം പ്രൊബേഷനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ ഒരു പോലീസുകാരനാവാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ വന്ന് തന്നെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും നല്ലൊരു ഭാവി, നല്ല ഉയർന്നൊരു ഉദ്യോഗസ്ഥനായിട്ട് മാറാൻ കഴിയട്ടെ. ഇവിടെ നിൽക്കാതെ വലിയ തസ്തികകളിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, ബൈ. ഈ നിമിഷം വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന ഒരു ശാരീരികവും മാനസികവുമായിട്ട് തയ്യാറെടുപ്പുകൾക്കെല്ലാം ഒരു ന്യായമായ സുന്ദരമായൊരു പരിസമാപ്തി വന്നതുപോലെയുണ്ട്.
പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ടാണ് ഈ ഒരു സ്വപ്നത്തിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ എനിക്കൊന്ന് വേറെ ലിസ്റ്റിലുണ്ടായിരുന്നു. SI തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താ? അത് കുറേ കൂടെ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകി ജീവിതം നയിക്കാൻ പറ്റുന്നത് സബ് ഇൻസ്പെക്ടർ ജോലിയിലാണ്. എനിക്കിപ്പോൾ നിലവിൽ 7-8 ലിസ്റ്റുകളുണ്ടായിരുന്നു. അതിൽ 3-4 ജോലി ഞാൻ ഓൾറെഡി വേണ്ടാന്ന് വെച്ചു. ഇനിയിപ്പം ഇതിലെ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള ലിസ്റ്റുകളുടെ അവസ്ഥ നോക്കി ജോലിയിലേക്ക് മാറണോ എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് എത്താൻ. ഓക്കെ, നമ്മൾ ഈ ഒരു SI അല്ലെങ്കിൽ യൂണിഫോം തസ്തിക തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള വെല്ലുവിളികൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ. അപ്പോൾ ആ വെല്ലുവിളിയൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനത്തെ ഒരു ഓഫീസറായി മാറണം, അല്ലെങ്കിൽ ഇതിലൂടെ സ്വപ്നം കാണുന്നത് എന്താണ്? ഇപ്പോൾ നമുക്ക് പഴയ രീതിയിലുള്ള ക്രൈമുകളല്ല ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത്. ഇപ്പോൾ കൂടുതലായും സൈബർ ഫ്രോഡ്, അതുപോലെ എക്കണോമിക് ഒഫൻസസ്, അതുപോലെ കൂടി വർദ്ധിച്ചു വരുന്ന NDPS കേസുകൾ, നമ്മുടെ പുതിയ യുവതലമുറകൾ പല മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ പണ്ടത്തേനേക്കാൾ ഉപരി അടിമകളായി പോകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതൊന്നും കുറ്റവാളിയെ ശിക്ഷിക്കാതെ പോകുന്നൊരു സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള അങ്ങനെയുള്ള പോരായ്മകൾക്കൊക്കെ ഒരു മാറ്റം വരുത്തി ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ സമൂഹത്തിന് ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് ശിക്ഷിക്കണം എന്നുള്ളൊരു മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് വീണ്ടും SI നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നു. അപ്പോൾ ഇത് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട്, ഇപ്പോൾ കിട്ടുമോ കിട്ടില്ലയോ, അല്ലെങ്കിൽ ഒരു ജോലി അങ്ങനെ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളോട്, ഒരു പ്രവാസ ജോലി നിർത്തിയിട്ട് ഇവിടെ വന്ന് പഠിച്ചെടുത്ത് ഈ ജോലി നേടിയ ആളെന്ന നിലയ്ക്ക് എന്താ ജോബിന് പറയാനുള്ളത്? എനിക്ക് പ്രവാസ ജീവിതത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ വലിയ മാറ്റങ്ങളുണ്ട്. നമുക്കിപ്പോൾ സമൂഹത്തിൽ കിട്ടുന്ന സ്വീകാര്യത തന്നെ വളരെ വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ പഴയൊരു ജീവിതത്തിലുള്ള സ്വീകാര്യതയല്ല. നമ്മളിപ്പം സമൂഹത്തിൽ ഏത് ഒരു ഇടനാഴിയിൽ ചെന്നാലും നമുക്ക് വ്യക്തമായ സ്വീകാര്യതയുണ്ട്. നാട്ടുകാർ നമ്മളെ തിരിച്ചറിയുന്നു, സുഹൃത്തുക്കൾ തിരിച്ചറിയുന്നു. അതേപോലെ പ്രവാസ ജീവിതത്തെ അപേക്ഷിച്ച് നമുക്ക് നമ്മുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയൊക്കെ വിട്ടു നിൽക്കുന്നൊരു അവസ്ഥയുണ്ട് ദീർഘനാളത്തേക്ക്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് ഈ ജോലിയിലേക്ക് വന്നാൽ ഇവരുമായിട്ട് കുടുംബമായിട്ട് ഒന്നിച്ച് നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. നമുക്ക് നമ്മളോടൊപ്പം തന്നെ കുടുംബത്തിനും അംഗീകാരവും അവർക്കും എല്ലായിടത്തും ഒരു സ്വീകാര്യത ലഭിക്കുന്ന ഒരു സവിശേഷത ഈ ജോലിക്ക് പ്രത്യേകമായിട്ടുണ്ട് മറ്റ് ക്ലറിക്കൽ പോസ്റ്റുകളെയൊക്കെ അപേക്ഷിച്ച്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ എൻട്രി ആപ്പിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ മീറ്റപ്പിലൊക്കെ ജോബിന് വളരെ കൃത്യമായിട്ട് എൻട്രി എങ്ങനെ ഉപകാരപ്പെട്ടു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അത് വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. എന്തായാലും ജോബിന് ആഗ്രഹിച്ചതുപോലെ ഈ ജോലിയിലേക്ക് വലിയ ഉയർന്ന ഇതിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ. നല്ല സേവനം ജോബിന് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഞങ്ങളും ഈ ഒരു നിമിഷത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഈ നമ്മുടെ ഫാമിലീസിൻ്റെയൊക്കെ ഒരു ഇത് കാണുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അഭിമാനം നിമിഷം ജോബിൻ പറഞ്ഞ പോലെ ഈ ഒരു ജോലി നേടിയ എൻ്റെ കൂട്ടുകാരൻ SI ആയി, അല്ലെ എൻ്റെ മകൻ SI ആയെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷവും തീർച്ചയായിട്ടും അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കുളിര് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ജോബിൻ്റെ സുഹൃത്തുക്കൾക്കും ജോബിൻ്റെ മാതാപിതാക്കൾക്കും അതിനുള്ള ഇതുണ്ടായി, അല്ലെങ്കിൽ ആ പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് അവർക്കും എത്താൻ കഴിഞ്ഞു എന്നുള്ളത് കാണുമ്പോൾ വലിയൊരു സന്തോഷം. അപ്പോൾ എന്തായാലും മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അതെ, എൻട്രിയെ പറ്റി ഒരു വാക്ക് പറയണം. ഈ പറയുന്നത് പോലെ പലവിധമായ തുടർച്ചയായി പഠിക്കാൻ ഒക്കാത്ത സാഹചര്യങ്ങളിൽ തുടരുന്ന പലരുമുണ്ട്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും കുടുംബജീവിതം നയിക്കുന്നവരും അങ്ങനെയുള്ളവർക്കെല്ലാം ഈ എൻട്രി പോലെയുള്ള പ്ലാറ്റ്ഫോം വളരെ ഉപകാരപ്രദമാണ്. അതൊരിക്കൽ കൂടി ഞാൻ എടുത്തു പറയുന്നു. അത് എന്നെ പോലാണെങ്കിലും എൻട്രിയുടെ വീഡിയോസ് അതുപോലെ PDF നോട്ട് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. നമുക്ക് ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റി. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്ഥിരപ്രയത്നം എല്ലായിടത്തും വേണം. നമ്മൾ കുറച്ച് കണ്ടൻറ്റ് നമുക്ക് പഠിക്കാൻ കുറേ സബ്ജക്റ്റും മെറ്റീരിയൽസും ഉണ്ടെന്ന് പറഞ്ഞതിലായില്ല. നമ്മൾ കൃത്യമായി സ്ഥിരപ്രയത്നം ചെയ്യുന്നു, നമ്മൾ ഇടപെടാതെ അത് റിവൈസ് ചെയ്യുന്നു. ഇതിലൊക്കെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ഈ ഒരു ആശയമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. സ്ഥിരമായിട്ട് പ്രയത്നിക്കുക, നമ്മൾ പഠിക്കുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക. ഏത് രീതിയിൽ ചോദ്യം വന്നാലും അത് ചെയ്യാൻ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുക. അപ്പോൾ വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഫാമിലിയോടെ ചിലവഴിക്കേണ്ട സമയങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളത് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ എനിവേ കൺഗ്രാജുലേഷൻ. ഓക്കെ ശരി. ഓക്കെ, വലിയ ഇതിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ. ഓക്കെ ശരി, ഓക്കെ ബൈ. അപ്പോൾ കൺഗ്രാസ് ബ്രോ, അതുൽ ബ്രോ. അപ്പോൾ നമ്മൾ ഒരു പ്രൈവറ്റ് ജോലിയൊക്കെ വിട്ടിട്ടാണ് ഇങ്ങനെ ഒരു ജോലിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആഗ്രഹിച്ച് നേടിയൊരു ജോലിയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ നിൽക്കുമ്പോൾ എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ട്രെയിനിങ് ആക്ച്വലി നല്ല കടുപ്പമായിരുന്നു. നമ്മൾ കെപ്പയുടെ ഗേറ്റ് വഴി നമ്മൾ ഒരു കൊല്ലം മുമ്പ് കയറി വന്നപ്പോൾ വെറും ഒരു സാധാ സിറ്റിസണായിട്ടാണ് വന്നത്. ഇപ്പോൾ കെപ്പയുടെ ഗേറ്റ് വെച്ച് ഞങ്ങൾ ഇന്ന് പടി ഇറങ്ങുമ്പോൾ ഞങ്ങളെല്ലാവരും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള കേരള പോലീസിലെ നല്ല ഓഫീസേഴ്സായിട്ടാണ് ഇറങ്ങുന്നത്. ട്രെയിനിങ് കുറച്ച് ആസ് യൂഷ്വൽ കേരള പോലീസിൻ്റെ ട്രെയിനിങ് വേൾഡ് ക്ലാസ് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് കുറച്ച് കടുപ്പമായിരുന്നെങ്കിലും അത് ഞങ്ങളുടെ ഉള്ളിൽ കുറേ ക്വാളിറ്റീസ്, ഞങ്ങളെ സെർവ് ചെയ്യാനുള്ള കുറേ ക്വാളിറ്റീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ക്വാളിറ്റീസും ഇതൊക്കെ വെച്ചിട്ട് ജനങ്ങൾ നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഇത്രയേ ഉള്ളൂ. ഇനിയും ധാരാളം ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്ക് ഇനി ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് എന്താ പറയുന്നത്? ഇപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കിത് പറ്റും. നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കും കൃത്യമായിട്ട് ലക്ഷ്യമുണ്ടെങ്കിൽ, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അപ്പം എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു നിമിഷമാണ് ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും കൺഗ്രാജുലേഷൻ, വലിയ ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഒരു അറിയപ്പെടുന്നൊരു ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഞാൻ ഉദ്ദേശിച്ചത് നല്ല എല്ലാവർക്കും ഒരു സേവനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു പൊസിഷനിൽ നിന്ന് വലിയ പൊസിഷനിലേക്ക് എത്തിപ്പെടട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ കുറച്ച് സ്റ്റുഡൻസിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എല്ലാവരും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ അവരെല്ലാവരും അവരുടെ ഫാമിലി, സുഹൃത്തുക്കൾക്കൊപ്പം വളരെ സന്തോഷം നിറഞ്ഞ മുഹൂർത്തത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഇടിച്ചു കയറി എല്ലാവരും കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ല. അതുമാത്രമല്ല, എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു. ഈ ട്രെയിനിങ് സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഒന്നാമത്തെ ബാച്ചിൻ്റെയാണ്. രണ്ടാമത്തെ ബാച്ചിൻ്റെ ഫെബ്രുവരിയോടുകൂടി അടുത്ത പാസിംഗ് ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അന്ന് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അടുത്ത SI നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നു. മാക്സിമം നന്നായിട്ട് ഇപ്പോഴേ തന്നെ പഠനം തുടങ്ങുക. നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. പലരുടെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആഗ്രഹിച്ചിറങ്ങുക, നന്നായിട്ട് പഠിക്കുക, തീർച്ചയായിട്ടും നേടിയെടുക്കാൻ കഴിയും. ഈ ഒരു സന്തോഷ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം അടുത്ത പാസിംഗ് ഔട്ട് പരേഡുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.